നോക്കാം ആദ്യം പ്രധാന വാർത്തകൾ. കൊല്ലം നിലമേലിൽ ഗവർണർക്കെതിരെ എസ്എഫ്ഐയുടെ കരിങ്കൊടി പ്രതിഷേധം. കാറിൽ നിന്ന് പുറത്തിറങ്ങി റോഡിലിരുന്ന് ഗവർണർ. പേരെ അറസ്റ്റ് ചെയ്തെന്ന പോലീസ്. ഗവർണർ തിരിച്ചുപോയത് എഫ്ഐആർ പകർപ്പ് ലഭിച്ചതിന് ശേഷം. മുഖ്യമന്ത്രിക്ക് സുരക്ഷ ഒരുക്കുന്നത് ഇങ്ങനെയാണെന്നും ചോദ്യം. കരാറുകാരന്റെ ജീപ്പിൽ ഗാർഡ് ഓഫ് ഓണർ സ്വീകരിച്ചതിന്റെ ആരോപണം തള്ളി മന്ത്രി മുഹമ്മദ് റിയാസ്. ചിലരുടെ ചോര കുടിക്കാനാണ് ഇങ്ങനെ വാർത്തകൾ നൽകുന്നത്. വണ്ടിയിൽ കയറുന്നതിന് മുൻപ് RC ബുക്ക് നോക്കാൻ കഴിയുമോ എന്നും ചോദ്യം. ബീഹാറിൽ നീക്കങ്ങൾ വേഗത്തിലാക്കി നിതീഷ് കുമാർ. നാളെ ഗവർണറെ കാണാൻ സമയം തേടിയതായി സൂചന. ബീഹാർ നിയമസഭാ കക്ഷി യോഗം നാളെ. അടിയന്തര യോഗം വിളിച്ച് RJD. ഹൈക്കോടതിയിലെ നാടക വിവാദം വിജിലൻസ് രജിസ്ട്രാർ അന്വേഷിക്കും. വൺ നേഷൻ വൺ വിഷൻ വൺ ഇന്ത്യ നാടകത്തിൽ പ്രധാനമന്ത്രി അപമാനിച്ചെന്ന് പരാതി. നാടകം അവതരിപ്പിച്ചത് റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായി. സംഭവത്തിൽ 2 ജീവനക്കാർക്ക് സസ്പെൻഷൻ. ഇടുക്കിയിൽ പാർട്ടി ഓഫീസിന് NOC നിഷേധിച്ചതിൽ ഹൈക്കോടതിയെ സമീപിക്കാൻ CPM. ഭൂമി കയ്യേറിയിട്ടില്ലെന്ന CV വർഗീസ്. മാത്യു കുഴൽനാടന്റെ കയ്യേറ്റത്തെ ന്യായീകരിക്കാൻ ഉയർത്തിക്കൊണ്ടുവന്ന വിവാദമെന്നും വിമർശനം. K. സുരേന്ദ്രൻ നയിക്കുന്ന NDA കേരള പദയാത്രയ്ക്ക് ഇന്ന് കാസർഗോഡ് തുടക്കം. പദയാത്ര മോദിയുടെ ഗ്യാരണ്ടി, പുതിയ കേരളം എന്ന മുദ്രാവാക്യമുയർത്തി. ഗോവ മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് ഉദ്ഘാടനം ചെയ്യും. ഓസ്ട്രേലിയൻ ഓപ്പൺസ് പുരുഷ ഡബിൾസ് കിരീടം ലക്ഷ്യമിട്ട് രോഹൻ ബൊപ്പണ്ണ സഖ്യം ഇന്നിറങ്ങും. വനിതാ സിംഗിൾസ് ഫൈനലിൽ സെബലങ്ക ചങ് ചിൻവെൻ പോരാട്ടം. വിശദമായ വാർത്തകളിലേക്ക്.